ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ശ്രീമന് നാരായണീയത്തിലെ ദശകം 22 അജാമിളോപാഖ്യാനം. ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിൽ നിന്നും ആദ്യത്തെ 3 അധ്യായങ്ങളെയാണ് ഇതിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ശ്ലോകം 1. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമേ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. പദം പിരിക്കാം. അജാമിളഃ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോ ഗിരാ കാനനം ഏത്യ ദൃഷ്ടവാൻ സുദൃഷ്ട ശീലാം കുലടാം മദ ആകുലാം. ഹേ വിഭോ പുരാ ഗൃഹാശ്രമീ. സർവവ്യാപിയായ ഭഗവാനെ പണ്ട് ഗൃഹസ്ഥനം. ധർമ്മപദാൻ ചരൻ അജാമിളഃ നാമ മഹീസുരഃ. ധാർമ്മികനുമായ അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ ഗുരോഹോ ഗിരാ കാനനം ഏത്യ. ഗുരുവായ തൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് ദർഭ ചമത മുതലായവയെ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയപ്പോൾ സുദൃഷ്ടശീലാം മദാകുലാം കുലടാം ദൃഷ്ടവാൻ. സുദൃഷ്ടശീലാം മദാകുലാം, അവിടെ വെച്ച് മതം കൊണ്ട് മതിമറന്നവളും. കുലടാം ദൃഷ്ടവാൻ, എന്തിനും കൂസലില്ലാത്തവളുമായ ഒരു കുലടയെ കണ്ടെത്തി. അല്ലയോ വിഭോ, പണ്ട് അജാമിളൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഗൃഹസ്ഥധർമ്മങ്ങളെ വേണ്ടുവണ്ണം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ കൽപ്പനയാൽ ഫലം, പുഷ്പങ്ങൾ, ചമത, കുശ മുതലായവയെ കൊണ്ടുവരുന്നതിനായിട്ട് കാട്ടിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് അന്യന്മാരുടെ മനസ്സ് മയക്കുന്നതിന് വളരെ സാമർഥ്യമുള്ളവളും മതത്താൽ മതിമറന്നവളുമായ ഒരു കുലടയെ കണ്ടുമുട്ടി. ശ്രീമദ് ഭാഗവതത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ ശുഖനോട് ചോദിക്കുന്നു, അല്ലയോ മഹർഷേ, നരകങ്ങളിൽ വീഴാതിരിക്കുവാൻ എന്താണ് മാർഗം? മഹർഷി പറയുന്നു, പാപകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടാം. പുണ്യം ചെയ്തതുകൊണ്ട് പിന്നീട് പാപകർമ്മങ്ങൾ ചെയ്തു പോയാലും അവസാന നിമിഷത്തിൽ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മുക്തി കിട്ടും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നതിന് തെളിവായി അജാമിളൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. ശ്ലോകം 2. സ്വതഃപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദധൗ ഭവന്നാമയുധേ സുതേരതിം. പദം പിരിക്കാം. സ്വതഃ പ്രശാന്തഃ അഭി തദ് ആഹൃത ആശയഃ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനഃ ദദൗ ഭവൻ നാമ യുധേ സുതേ രതിം. സ്വതഃ പ്രശാന്തഃ അഭി. സ്വതവേ പ്രശാന്തനാണെങ്കിലും അജാമിളൻ സ്വതവേ ശാന്തനാണെങ്കിലും തഥാ ഹൃദയാശയ സ്വധർമ്മം. തഥാ ഹൃദയാശയ, അദാസിയാൽ വശീകരിക്കപ്പെട്ട് സ്വധർമ്മം സ്വന്തം ധർമ്മത്തെ ഉത്സൃജ്യ കൈവിട്ടിട്ട് തയാ
അവളോടുകൂടി സമാരമൻ അധർമ്മകാരി ഉല്ലസിച്ച് അധർമ്മകാര്യങ്ങളും ആചരിച്ചു വരവേ ദശമീഭവൻ പുനഃ ഭവൻ നാമയുതേ സുതേ രതിം ദദൗ. വാർദ്ധക്യം ബാധിച്ചപ്പോൾ ഭഗവാനുடைய നാമമുള്ള മകനിൽ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു. അദ്ദേഹം ആ അജാമിളൻ പ്രകൃത്യ ശാന്തനായിരുന്നുവെങ്കിലും അവളുടെ മിരട്ടലിൽ മയങ്ങിപ്പോവുകയും ചെയ്തതിനാൽ തൻ്റെ ധർമ്മത്തെയും ധർമ്മപത്നിയെയും ഉപേക്ഷിച്ച് അവളോടുകൂടി രമിച്ച് പല അധർമ്മങ്ങളും ചെയ്ത് ജീവിച്ചു വന്നു. ഒടുവിൽ വയസ്സായപ്പോൾ നിൻതിരുവടിയുടെ പേരുള്ള ഒരു പുത്രനിൽ അയാൾക്ക് വളരെ സ്നേഹമുണ്ടായിരുന്നു. അവനാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ശുശ്രൂഷിച്ചിരുന്നത്. സ്വതഃപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദധൗ ഭവന്നാമയുതേ സുതേ രതിം. ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വത്സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. പദം പിരിക്കാം. സഹ മൃത്യുകാലേ യമ രാജ കിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ ബിയാ പുര മനാക് ത്വത് സ്മൃതി വാസന ഫലാത് ജുഹാവ നാരായണ നാമകം സുധം. സഹ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയാ. സഹ ആ ജാമിളൻ മൃത്യുകാലേ മരിക്കാറായപ്പോൾ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ ഭയങ്കര ആകൃതികളുള്ള 3 കാലദൂതന്മാരെ അഭിലക്ഷയൻ ഭിയാ കണ്ടു പേടിച്ച് പുരാ മനാക് ത്വത് സ്മൃതി വാസനഫലാത് പണ്ട് കുറച്ച് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായ വാസനാഫലത്താൽ നാരായണനാമകം സുതം ജുഹാവ നാരായണൻ എന്നു പേരുള്ള മകനെ പേരെടുത്ത് വിളിച്ചു. അവൻ ആ അജാമിളൻ മരണസമയത്ത് ഭയങ്കരന്മാരായ 3 കാലകിങ്കരന്മാരെ കണ്ട് ഭയപ്പെട്ട് പണ്ട് അല്പം നിന്തിരുവടിയെ ഉപാസിച്ചതുകൊണ്ട് സിദ്ധിച്ചിരുന്ന വാസനയുടെ ഫലമായി അതിൻ്റെ ശക്തിയാൽ നാരായണൻ എന്നു പേരുള്ള മകനെ വിളിച്ചു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അജാമിളൻ്റെ അന്ത്യകാലം അടുത്തു. കാലദൂതന്മാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തുടങ്ങിയപ്പോൾ പേടിച്ചരണ്ട് അദ്ദേഹം നാരായണ ഓടിവാ എന്ന് തൻ്റെ പ്രിയമകനെ വിളിച്ച് നിലവിളിച്ചു. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വത്സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. ശ്ലോകം 4. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ. പദം പിരിക്കാം. ദുരാശയസ്യ അഭി തദ് ആസ്യ നിർഗത ത്വദീയ നാമ അക്ഷര മാത്ര വൈഭവാത് പുരഃ അഭിഭേദുഃ ഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാഃ മനോരമാഃ. ദുരാശയസ്യ അഭി അസ്യ പുരഃ സ്വദേ
ദുർബുദ്ധിയാണെങ്കിലും കാലദൂതന്മാർക്കും ഇവനും ഇടയ്ക്കുമായിട്ട് തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാത്. തദാസ്യ നിർഗതാത് അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാത് നിന്തിരുവടിയുടെ തിരുനാമങ്ങളുടെ കേവലം മാഹാത്മ്യം കൊണ്ട് ചതുർഭുജാഹ പീതപടാഹ മനോരമാഹ ഭവദീയ പാർഷദാഹ അഭിഭേദുഹോ. ചതുർഭുജാഹ 4 കൈകളും, പീതപടാഹ മഞ്ഞപ്പട്ടും, മനോരമാഹ മനോഹരവുമായതുമുള്ള ഭവദീയ പാർഷദാഹ നിന്തിരുവടിയുടെ ദൂതന്മാர்கள் അഭിഭേദുഹു പെട്ടെന്നവിടെ ആവിർഭവിച്ചു. അവൻ ആ അജാമിളൻ ദുർബുദ്ധിയാണെങ്കിലും ആ സമയത്ത് ഉച്ചരിച്ച നിന്തിരുവടിയുടെ തിരുനാമാക്ഷരങ്ങളുടെ മാത്രം മാഹാത്മ്യത്താൽ 4 കൈകളും പീതാംബരവുമുള്ള മനോഹരമായ നിന്തിരുവടിയുടെ ദൂതന്മാർ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നാരായണ ശബ്ദം കേട്ടതും എന്തൊരത്ഭുതം! വിഷ്ണു പാർഷാദന്മാരായ 4 പേർ അവിടെ ഓടിയെത്തി. അവർ കാലദൂതന്മാരോട് തട്ടിക്കേറി, ഹേ, ആരാണ് നിങ്ങൾ? എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നെല്ലാം ചോദിച്ചു. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ. ശ്ലോകം 5. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. പദം പിരിക്കാം. അമും ച സംഭാഷ്യ വികർഷദഃ ഭടാൻ വിമുഞ്ചത ഇതി ആരുരുദുഃ ബലാദ് അമി നിവാരിതാഃ തേ ച ഭവജ്ജനൈഃ തദാ തദീയ പാപം നിഖിലം നിവേദയൻ. അമും ച സംഭാഷ്യ വികർഷദഃ ഭടാൻ വിമുഞ്ചത ഇതി. അജാമിളനെ കയറ് കെട്ടിയിഴുക്കുന്ന ഭടന്മാരെ വിടുവിൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമി ഫലാദ് ആരുരുദുഹു ഇവർ ഫലമായി നിരോധിച്ചു. തഥാ ഭവജ്ജനൈഹി നിവാരിതാഹ തേ ച അപ്പോൾ നിന്തിരുവടിയുടെ ദൂതന്മാരാൽ തടയപ്പെട്ട ആ യമഭടന്മാരാകട്ടെ നിഖിലം തദീയ പാപം നിവേദയൻ അവൻ ചെയ്തതായ പാപം മുഴുവൻ അറിയിച്ചു, എടുത്തു പറഞ്ഞു. അജാമിളനെ കയറുകൊണ്ട് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന യമഭടന്മാരെ വിടുവിൻ എന്ന് പറഞ്ഞ് നിന്തിരുവടിയുടെ ദൂതന്മാർ ബലാത്കാരേണ തടഞ്ഞു. അങ്ങനെ തടയപ്പെട്ട ആ കാലദൂതന്മാർ അവൻ്റെ പാപങ്ങളെയെല്ലാം അവരെ ധരിപ്പിച്ചു. യമദൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ ധർമ്മരാജാവിൻ്റെ ആൾക്കാരാണ്. പാപിയായ ഇവനെ ധർമ്മരാജാവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ കൽപ്പന പ്രകാരം വന്നവരാണ് ഞങ്ങൾ. അവരെയാണ് വിഷ്ണുദൂതന്മാർ തടുത്തത്. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ശ്ലോകം 6. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. പദം പിരിക്കാം. ഭവന്തു പാപാനി
കഥം തു നിഷ്കൃതേ കൃതേ അഭി ഭോः ദണ്ഡനം അസ്തി പണ്ഡിതാः ന നിഷ്കൃതിः കിം വിദിതാം ഭവാദൃശാം ഇതി പ്രഭോ ത്വത് പുരുഷാ ബഭാഷിരേ. ഭോ പണ്ഡിതാः പാപാനി ഭവന്തു നിഷ്കൃതേ കൃതേ അഭി കഥം തു ദണ്ഡനം അസ്തി. ഹേ പണ്ഡിതാः, അല്ലേ അറിവുള്ളവരെ, പാപാനി ഭവന്തു പാപങ്ങളിരിക്കട്ടെ, നിഷ്കൃതേ കൃതേ അഭി പ്രായശ്ചിത്തം ചെയ്താലും കഥം തു ദണ്ഡനം അസ്തി ശിക്ഷയുണ്ടോ. ഭവാദൃശാം നിഷ്കൃതി വിദിതാഹ ന കിം. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് പ്രായശ്ചിത്തം നിശ്ചയമില്ലെന്ന് വരുമോ. ഇതി പ്രഭോ ത്വത്പുരുഷാഹ ബഭാഷിരേ. എന്നിങ്ങനെ അല്ലേ ഭഗവാനെ, നിന്തിരുവടിയുടെ ദൂതന്മാർ അവരോട് പറഞ്ഞു. അവൻ, ആ അജാമിളൻ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കട്ടെ, അല്ലയോ പണ്ഡിതന്മാരെ, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും പിന്നെ അതിന് ശിക്ഷയുണ്ടോ. ഇവൻ വിഷ്ണുനാമം ഉച്ചരിച്ച് പാപപ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ധർമ്മരാജദൂതന്മാർക്ക് ഇന്ന പാപത്തിന് ഇന്ന പ്രായശ്ചിത്തം ആണെന്ന് അറിഞ്ഞുകൂടയോ എന്ന് അങ്ങയുടെ ദൂതന്മാർ കാലദൂതന്മാരോട് പറഞ്ഞു. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാം ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്ലോകം 7. ശ്രുതിസ്മൃതി വിഹിതങ്ങളായ പ്രായശ്ചിത്തങ്ങൾക്കും ഭഗവത് നാമോച്ചാരണ രൂപമായ പ്രായശ്ചിത്തത്തിനുമുള്ള അന്തരം വേർതിരിച്ച് കാണിക്കുന്നു. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാം പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. പദം പിരിക്കാം. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാഃ വ്രതാ ആദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്ത സേവാ തു നിഗൃഹന്തി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഃ വൃഥാദയഃ പാപം പുനന്തി. ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള പ്രായശ്ചിത്തങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് മുൻപ് ചെയ്ത പാപം നശിക്കുന്നു. വാസനാം ന ലുനന്തി. എങ്കിലും പാപം ചെയ്യുന്നതിനുള്ള വാസന നശിക്കുന്നില്ല. അനന്തസേവാ തു ദ്വയീം നിഗൃഹന്തി. ഭഗവത് സേവയാകട്ടെ രണ്ടിനെയും, അതായത് പാപങ്ങളെയും പാപവാസനകളെയും നശിപ്പിക്കുന്നു. ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ എന്ന് ഹേ പ്രഭോ അവിടുത്തെ ദൂതന്മാർ പറഞ്ഞു. വേദത്തിലും ധർമ്മശാസ്ത്രത്തിലും വിധിച്ചിട്ടുള്ള കൃഷ്ണ ചന്ദ്രായണാദി പ്രായശ്ചിത്തങ്ങളും പാപശുദ്ധി വരുത്തുമെങ്കിലും പിന്നെയും പാപം ചെയ്യുവാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല. എന്നാൽ ഭഗവത് നാമ ഉച്ചാരണം, ഭഗവത് സ്മരണം മുതലായവയാകട്ടെ പാപത്തെയും പാപവാസനയെയും ഒരുമിച്ച് നശിപ്പിക്കുന്നു. അതിനാൽ അതുതന്നെയാണ് ശരിയായ പ്രായശ്ചിത്തമെന്ന് അങ്ങയുടെ ദൂതന്മാർ കാലദൂതന്മാരോട് പറഞ്ഞു. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാം പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്ലോകം 8.
അനേന ഭോജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വഭിനിഷ്കൃതിः കൃതാം യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. പദം പിരിക്കാം. അനേന ഭോ ജന്മ സഹസ്ര കോടിഭിः കൃതേഷു പാപേഷു അഭി നിഷ്കൃതിः കൃതാ യത് അഗ്രഹീത് നാമ ഭയ ആകുലഃ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാः ബഭാഷിരേ. ഭോ അനേന ജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷു അഭി നിഷ്കൃതി കൃതാ. ഹേ യമകിങ്കരന്മാരെ, അനേന ജന്മസഹസ്രകോടിഭിः 1000 കോടി ജന്മങ്ങളിൽ കൃതേഷു പാപേഷു അഭി നിഷ്കൃതിः ചെയ്തു പോയ പാപങ്ങൾക്കും കൂടി പ്രായശ്ചിത്തം കൃത ചെയ്തു കഴിഞ്ഞു. യത് അയം ഭയാകുലഃ ഹരേഃ നാമ അഗ്രഹീത്. എന്തെന്നാൽ ഭയപരവശനായി ഇവർ ഹരിനാമകീർത്തനം ചെയ്തു. ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ എന്ന് നിൻ തിരുവടിയുടെ ദൂതന്മാർ പറഞ്ഞു. ഇവൻ, അതായത് അജാമിളൻ, അനേകായിരം കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭയാകുലനായിട്ട് ഇവൻ വിഷ്ണുനാമം ഉച്ചരിച്ചു എന്നിങ്ങനെ അങ്ങേ ദൂതന്മാർ കാലദൂതന്മാരെ നോക്കി പറഞ്ഞു. ഭഗവത് ഭക്തന്മാർ പാപകർമ്മം ആവർത്തിക്കാത്തതുകൊണ്ട് പൂർവ്വവാസന കൂടി ഇല്ലാതാവുന്നു. അതിനാൽ മുഖ്യമായ പ്രായശ്ചിത്തം ഭഗവത് സേവ തന്നെയാണ്. കർമ്മത്തേക്കാൾ ഭക്തിക്ക് മഹത്വവും ലാഘവവും കൂടുമെന്ന് സാരം. അനേന ഭോജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വഭിനിഷ്കൃതിः കൃതാം യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ശ്ലോകം 9. നൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശാം യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. നൃണാം അബുദ്ധ്യ അഭി മുകുന്ദ കീർത്തനം ദഹതി അക ഓകാൻ മഹിമാ അസ്യ താദൃശഃ യഥാ അഗ്നിഃ ഏതാംസി യഥാ ഔഷധം ഖദാൻ ഇതി പ്രഭോ ത്വത് പുരുഷാ ബഭാഷിരേ. അബുദ്ധ്യ കൃതമപി മുകുന്ദകീർത്തനം നൃണാം അഘൗകാൻ. അബുദ്ധ്യ കൃതം ഓർക്കാപ്പുറത്ത് ചെയ്താലും ഹരിനാമകീർത്തനം മുകുന്ദകീർത്തനം നൃണാം അഘൗകാൻ. ഹരിനാമകീർത്തനം മനുഷ്യൻ്റെ പാപസമൂഹത്തെ അഗ്നി യഥാ ഏതാംസി തീയ് വിറകിൻ കൂട്ടത്തെ എന്ന പോലെയും ഔഷധം യഥാ ഖദാൻ തഥാ ദഹതി മരുന്ന് രോഗങ്ങളെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു. അസ്യ മഹിമാ താദൃശഃ. നാമോച്ചാരണത്തിൻ്റെ മഹത്വം അപ്രകാരമുള്ളതാകുന്നു. ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ എന്ന് ഭഗവാനെ അവിടുത്തെ കിങ്കരന്മാർ പറഞ്ഞു. മനുഷ്യർ മനഃപൂർവ്വമല്ലാതെ തന്നെ വിഷ്ണുനാമ സങ്കീർത്തനം ചെയ്താലും അതുകൊണ്ട് പാപജാലങ്ങളെല്ലാം ദഹിച്ചു പോകും. അതിൻ്റെ മാഹാത്മ്യം അങ്ങനെയുള്ളതാണ്. മനസ്സറിയാതെ തന്നെ വിറക് തീയിലിട്ടാലും ദഹിച്ചു പോകുന്നില്ലേ, അതുപോലെ അറിയാതെ ഔഷധം സേവിച്ചാലും രോഗം ശമിക്കുന്നില്ലേ.
എന്ന് അങ്ങേ ദൂതന്മാർ കാലദൂതന്മാരോട് പറഞ്ഞു. ഭയാകുലന്മാർക്ക് ഹരിനാമകീർത്തനമല്ലാതെ മറ്റ് ഗതി മാർഗമില്ല എന്നും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മറ്റു വികാരങ്ങൾ മനസ്സിൽ ഉദിക്കുന്നതല്ല എന്നും അത് എല്ലാ പാപത്തെയും നാശമാക്കുമെന്നും ഭയാകുലക എന്ന വിശേഷണം കൊണ്ട് കുറിക്കുന്നു. നൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശാം യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്ലോകം 10. ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ. പദം പിരിക്കാം. ഇതി ഈരിതൈഹി യാമ്യ ഭടൈഹി അപ ശ്രുതേ ഭവത് ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത് സ്മൃതിം കഞ്ചന കാലം ആചരൻ ഭവത് പദം പ്രാപി ഭവദ്ഭടൈഹി അസൗ. ഇതി ഈരിതൈഹി യാമ്യഭടൈഹി അപാശ്രുതേ. ഇത് ഇങ്ങനെ ഈരിതൈഹി ബോധിപ്പിക്കപ്പെട്ട യാമ്യഭടൈഹി ആ യമദൂതന്മാർ അപാശ്രുതേ ഒഴിഞ്ഞു പോവുകയും ഭവദ്ഭടാനാം ഗണേ തിരോഹിതേ ച നിന്തിരുവടിയുടെ കിങ്കരന്മാർ മറയുകയും ചെയ്തപ്പോൾ അസൗ കഞ്ചന കാലം അജാമിളൻ കുറച്ചു കാലം ഭവസ്മൃതിം ആചരൻ ഭവദ്ഭടൈഹി ഭവത്പദം പ്രാപി. ഭഗവത് ഭജനം ആചരിക്കുന്നവനായിട്ട് ഭവാന്റെ ഭടന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഇങ്ങനെ കേട്ടിട്ട് കാലദൂതന്മാർ തിരിച്ചു പോവുകയും നിന്തിരുവടിയുടെ ദൂതന്മാർ മറയുകയും ചെയ്തതിനു ശേഷം ഇവൻ പിന്നെയും കുറേ കാലം നിന്തിരുവടിയെ സ്മരിച്ചുകൊണ്ട് ജീവിച്ചു. ഒടുവിൽ നിന്തിരുവടിയുടെ ദൂതന്മാരാൽ വൈകുണ്ഠത്തിൽ പ്രാപിപ്പിക്കപ്പെടുകയും ചെയ്തു. വിഷ്ണുപാർഷാദന്മാരും കാലദൂതന്മാരും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ അജാമിളൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലദൂതന്മാർ സ്ഥലം വിട്ടതോടെ തൽക്കാലം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നു കരുതി. അജാമിളൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ചു. കാലദൂതന്മാരുടെ വാക്കുകളിൽ കൂടി താൻ ചെയ്ത പാപങ്ങളെയെല്ലാം ഓർത്ത് അതിനെ മനസ്സിലാക്കി അജാമിളൻ നടുങ്ങുകയും പശ്ചാത്താപിക്കുകയും ചെയ്തു. ഒടുവിൽ ഗംഗാതീരത്തിലെത്തി ഹരിദ്വാരത്തിൽ ഒരാശ്രമം നിർമ്മിച്ച് പാപപരിഹാരത്തിനും മറ്റും എല്ലാത്തരം സംസാര ബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനുമായി ശ്രീഹരിയെ ഉദ്ദേശിച്ച് തപസ് ചെയ്യുവാൻ തുടങ്ങി. അധികകാലം വേണ്ടി വന്നില്ല. അജാമിളനെ വിഷ്ണുപാർഷാദന്മാർ ഒരു തേരുമായി വന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു. ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ. ശ്ലോകം 11. സ്വകിങ്കരാവേദനശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈ സദേവവാതാലയനാഥ പാഹി മാം. പദം പിരിക്കാം. സ്വകിങ്കര ആവേദന സംഗീതഃ യമഃ ത്വദ് അംഘ്രി ഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയ ഭൃത്യാൻ അശിശിക്ഷൈഃ
ഉച്ചകൈഃ സഹ ദേവ വാതാലയനാഥ പാഹി മാം. യമഃ സ്വകിങ്കരാവേദന സംഗീതഃ. യമൻ തൻ്റെ കിങ്കരന്മാർ വന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി, ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് പോകുവാൻ പാടില്ലെന്ന് സ്വകീയഭൃത്യാൻ ഉച്ചകൈഃ അശിശിക്ഷത്, തൻ്റെ കിങ്കരന്മാർക്ക് കർശനമായ താക്കീത് കൊടുത്തു. ഹേ വാതാലയനാഥ ദേവ സഹ ത്വം മാം പാഹി. അല്ലേ ഗുരുവായൂരപ്പ, ഭഗവാനെ ഇപ്രകാരമുള്ള അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. തൻ്റെ ഭടന്മാർ പറഞ്ഞു കേട്ട് വിവരം ധരിച്ച് യമൻ ഭയപ്പെട്ട് അവരോട് മേലാൽ വിഷ്ണു ഭക്തന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് നിഷ്കർഷമായി ചട്ടം കേട്ടി. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഗുരുവായൂരപ്പ, നിൻ തിരുവടി എന്നെ രക്ഷിച്ചാലും. സ്വകിങ്കരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈ സദേവ വാതാലയനാഥ പാഹി മാം. ശ്രീമദ് ഭാഗവതത്തിൽ 6ஆம் ஸ்கந்தத்திலிருந்து முதல் 3 அத்தியாயங்களில் இருக்கிற விஷயங்களே தான் இந்த தசகத்தில் സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീമന് നാരായണീയ പാരായണം ദശകം 22. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം സ്വതഃപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദധൗ ഭവന്നാമയുധേ സുതേരതിം സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാത്വത്സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണനാമകം സുതം ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ അമും ച സംപാശ്യ വികർഷദോ ഭടാൻ വിമുഞ്ജദേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം ന്യവേദയൻ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ അനേന ഭോജന്മ സഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വപി നിഷ്കൃതിഃ കൃതാ യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ നൃണാമ ബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശാം യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ ഇതീരിതൈര്യാമ്യ ഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ
ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപിഭവദ്ഭടൈരസൗ സ്വകിങ്കരാവേദനശങ്കിതോ യമ त्वदङ्घ्रिभक्तेषु न गम्यतामिति स्वकीयभृत्यानशिशिक्षदुच्चगै स देववातालयनाथ पाहि माम्. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.